ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ സുരാജ് ഏട്ടൻ്റെ ഒരു പുതിയ പടത്തിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. പടത്തിൻ്റെ പേര് ഇടി എക്സ്ട്രാ ഡീസൻറ്റ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ലിസ്റ്റൻ സ്റ്റീഫനാണ്. ലിസ്റ്റൻ സ്റ്റീഫനും സുരാജ് ഏട്ടനും കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ട്രെയിലർ ഇന്നലെ ഇറങ്ങിയിരുന്ന് നമുക്കെന്താ അതൊന്ന് പോയി കണ്ടിട്ട് വരാം. ഓക്കെ. മാജിക് ഫ്രെയിംസ്, കരമന സുധീർ, ബാക്കിൽ മറ്റേ പുള്ളിക്കാരനല്ലേ ശ്യാമേട്ടൻ. സ്നേഹമുള്ള ഒരു സ്മാർട്ട് ചെറുപ്പക്കാരൻ. എന്റെ അഭിപ്രായത്തില് എക്സ്ട്രാ ഡീസന്റ്. എന്തൊരു ലുക്കടേ അത്. റിട്ടയർമെന്റ് ലൈഫ് എന്തെങ്കിലും എൻഗേജ്മെന്റ് വേണ്ടേ, അതിന് വേണ്ടിട്ട് ഇട്ട് കൊടുത്ത അടിപൊളി എക്സ്പ്രഷനാണല്ലേ. ഉള്ളിലിട്ടതറിഞ്ഞു, ഇനി ഉള്ളിലിരിപ്പ് കൂടി അറിഞ്ഞു കഴിഞ്ഞാ ഗ്രേസും ഉണ്ടാ. തുടക്കത്തിന്റെ ഇച്ചിരി ബുദ്ധിമുട്ടേ ഉള്ളൂ, സ്വന്തം മകന് വേണ്ടിട്ടല്ലേ. ഇത് പെണ്ണ് കാണല്ലേ ബേസ് ചെയ്തതിലാണ് കഥ. ഒന്നും നടക്കില്ലേട്ടാ, ഒരു സംഭവം നടക്കില്ല. ശ്യാമേട്ടൻ ഒഴിവാക്കാന്ന് വെച്ചാ നിനക്ക് എന്താ ഇങ്ങനെയിപ്പോ മിക്ക പടത്തിലും ഉണ്ട്. സൈക്കോ അവനെങ്ങാനും പഴയതുപോലെ ആയ നമ്മളെ കാര്യം തീർന്നു. പിന്നെ നമ്മൾ ഫ്രെയിമിലും ഉണ്ടാവില്ല. പക്ഷെ എന്ത് തേങ്ങ സംഭവിച്ചിട്ടാണെങ്കിലും ആ ചെകുത്താനെ നമ്മൾ കീഴടങ്ങരുത്. എന്തിന്റെ ബേസ് ആണെന്ന് കഥയെന്ന് ട്രെയിലർ കണ്ടിട്ട് മനസ്സിലാവണില്ല. സ്നേഹിക്കണം, പക്ഷെ ഇങ്ങനെ ഒരു രക്ഷയില്ല. ലോകത്ത് ഒരു മകനും സ്നേഹിക്കാത്ത പോലെ. എന്ത് ശരിയടാ അത്. അമ്മ ബീജി നൈസ്. ഈ ചിരി ഹിറ്റ് ആവുമെന്ന് എനിക്ക് തോന്നണം. നിങ്ങളുടെ കുടുംബം മുഴുവൻ എക്സ്ട്രാ ഡീസന്റ്. താടിയൊക്കെ വന്ന എന്തൊരു ചിരിയാണ്. ആ ലാസ്റ്റ് ചിരി ഒന്നുകൂടെ കണ്ടിട്ട് ചിരിച്ച് കരച്ചിൽ വരണം. അയ്യോ, എനിക്ക് തോന്നുന്നു മറ്റേ രോമാഞ്ച സിനിമയിൽ മറ്റേ ചിരി ഹിറ്റായില്ല, മറ്റേ അർജുൻ അശോകൻ്റെ ഈ ചിരി. അതുപോലെ ഈ സാധനവും അടിപൊളി സാധനമാണ്. അയാളുടെ ചിരി ഒരു രക്ഷയില്ല. എനിക്ക് എവിടെയൊക്കെ മറ്റേ ട്രോളിൽ മറ്റേ ദാമു ഇല്ലേ, ദാമുവിൻ്റെ ചിരി പോലെ എവിടെയൊക്കെ എനിക്ക് തോന്നി. മറ്റേ ട്രോളിലും മീമിലൊക്കെ കുറേ സാധനങ്ങൾ വരുമല്ലോ, ആ സാധനം. എന്തായാലും ഡയറക്ടർ അമീർ പള്ളിക്കൽ അല്ലേ, അമീർ പള്ളിക്കൽ. പുള്ളിക്കാരൻ്റെ വേറെ പടങ്ങളൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ഞാൻ പുള്ളിക്കാരനെ കേട്ടിട്ടുമില്ല. എന്തായാലും ഇത് ട്രെയിലർ കണ്ടിട്ട് ഒരു ഡീസൻറ്റ്, എക്സ്ട്രാ ഡീസൻ്റ് ആയതുകൊണ്ട് ഒരു ഡീസൻറ്റ് സാധനമാണെന്ന് തോന്നുന്നു. സുരാജ് ചേട്ടന് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരിക്കുന്നത്. പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയണമെന്ന് വിചാരിക്കും, എപ്പോഴും മറന്നു. ഇതിപ്പോൾ ഞാൻ ഓർത്ത് വെച്ചിട്ട് ഞാൻ പറയുവാണ്. എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന്, നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം, കാണുന്നതിന് കൈകൂപ്പി നന്ദി പറയുന്നു. ഇനിയും ഇതുപോലെ എൻ്റെ വീഡിയോകൾ കണ്ട് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നു. ഒരുപാട് പേര് എൻ്റെ കഴിഞ്ഞ 1-2 വീഡിയോയുടെ അടിയിൽ വന്ന് ഒരുപാട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി, വളരെയധികം നന്ദി. ഇനിയും ഇതുപോലെ എന്നെ മുന്നോട്ട് പോകാൻ പ്രചോദനമായി വീണ്ടും എൻ്റെ വീഡിയോകൾ വന്ന് കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാനായി വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തോ. കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നറിയാം, ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇല്ലാത്ത പക്ഷേ ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യിച്ചിട്ട് നിങ്ങൾക്ക് എൻ്റെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്നും പറഞ്ഞു. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും വീണ്ടും അടുത്തൊരു വീഡിയോ വരുമ്പം വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.